പണ്ടൊക്കെ ഭാഗവതം വായിക്കണമെങ്കിൽ അതിന് ഗ്രന്ഥങ്ങൾ കിട്ടാനില്ല. ഇന്ന് എല്ലാ ഭാഷകളിലും ഭാഗവത ഗ്രന്ഥങ്ങളുണ്ട്. ഇനി കേൾക്കാൻ അല്ലെങ്കിൽ വായിക്കാൻ പറ്റണില്ല എന്നുള്ളവർക്ക് കേൾക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇനി കേൾക്കാൻ പറ്റണില്ല എന്നുള്ളവർക്ക് കാണാനുള്ളതായ സൗകര്യങ്ങൾ നവമാധ്യമങ്ങളിൽ കൂടിയിട്ട് ഇപ്പൊ ഇവിടെ നടക്കുന്ന ഈ ഒരു ഭാഗവതം ഇവിടെയുള്ളവർ മാത്രമാണോ കേൾക്കണത്? അല്ല, ഏതൊക്കെയോ ലോകത്തില് എവിടെയൊക്കെയോ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പൊ അത്രയ്ക്ക് ഭാഗവതം നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ ഒരുക്കങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ബിരിയാണി നടിക്കാൻ വേണ്ടിയിട്ട് ബി നടിച്ചാൽ മതി, തൊട്ട് താഴത്ത് ഭാഗവതൊന്നും കാണാം. പക്ഷെ നമ്മൾ ബിരിയാണിയിലാ പോയി നിൽക്കുക, അത്രയേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ പറഞ്ഞു വരുന്നത് ഭാഗവതം വേണോ, ഭാഗവതം വേണോ എന്ന് ഈ നവമാധ്യമങ്ങൾ പോലും ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിലേക്ക് വരണമെങ്കിൽ ഒരു സുകൃതം വേണ്ടേ, അതിലേക്ക് എത്തണമെങ്കിൽ ഒരു ഭാഗ്യം വേണ്ടേ? അത് കുറവുള്ള ഈ ലോകത്തില് പരീക്ഷത്തെ അങ്ങ് ഭാഗ്യവാനാണ്. കാരണം 7 നാളുകള് ഇനി ഭഗവാന്റെ കഥകളെ ഞാൻ അങ്ങേക്ക് പാടിത്തരാം. അങ്ങ് എന്തേ വേണ്ടത്? പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തി തേ വിഷയവിദൂഷിതാശയം വ്രജന്തി തൽ ശരണസരോരുഹാന്തികം. അങ്ങ് വേണ്ടത് എന്താ അറിയോ? പിബന്തിയേ ഭഗവത ആത്മനസ്സതാം കഥാമൃതം ശ്രവണപുടേഷു. ഈ 2 ശ്രവണപുടങ്ങള് ഈ 2 ചെവിക്കൊടകള്, ഈ ശ്രവണപുടങ്ങളിൽ കൂടിയിട്ട് അങ്ങ് ഭഗവാന്റെ കഥകളെ ഹൃദയത്തിലേക്ക് കോരി നിറയ്ക്കൂ. 7-ാം ദിവസം ആകുമ്പോഴേക്കും തക്ഷകനെ, മൃത്യുവിനെ, ശാപത്തെ ഒക്കെ മറന്നുകൊണ്ട് അങ്ങയുടെ ഹൃദയത്തില് ശ്രീഗുരുവായൂരപ്പന്റെ പൊഞ്ചിലം പണിഞ്ഞതായ തൃപ്പാദപത്മത്തെ അങ്ങേക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് ഭാഗവതം കേൾക്കൂ എന്ന് പരീക്ഷത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് ഭവരോഗ ചികിത്സകനായ ശ്രീശുക ബ്രഹ്മഋഷി ആശ്വസിപ്പിച്ചുകൊണ്ട് തൻ്റെ നാവില് ഭഗവാന്റെ കഥകൾ വേണ്ടതുപോലെ വിളയാടാൻ ശുഖസാരസ്വത മന്ത്രത്തിൽ കൂടി പ്രാർത്ഥന ചെയ്ത് പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിച്ചു കൊടുക്കുന്ന രംഗമാണ്